തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് വരുന്ന വാർത്ത. ആനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ പാപ്പാൻ മരിച്ചു. രണ്ടാം പാപ്പാനായ തമിഴ്നാട് സ്വദേശി മൊയ്തീനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ജിബിൻ ജെബി വിവരങ്ങളുമായി. ജിബിൻ, ഈ ആക്രമണം ഉണ്ടായത് എപ്പോഴായിരുന്നു? കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരം ബാലരാമപുരത്താണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാപ്പാൻ മരണമടഞ്ഞുവെന്ന വാർത്ത വരുന്നത്. രണ്ടാം പാപ്പാനായ തമിഴ്നാട് സ്വദേശി മൊയ്തീനാണ് മരിച്ചത്. അദ്ദേഹം ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ രണ്ടാം പാപ്പാൻ തമിഴ്നാട് സ്വദേശി മൊയ്തീൻ മരിച്ചു. ജിബിൻ ജെബി വിവരങ്ങളുമായി. ജിബിൻ, വിശദാംശങ്ങൾ. അനുജ, കഴിഞ്ഞ ദിവസമാണ് രാത്രി 9:30 കൂടി ബാലരാമപുരം നരുവാമൂടിന് സമീപത്ത് വെച്ച് ഈ ആനയുടെ അക്രമം ഉണ്ടാകുന്നത്. അവിടെ ഒരു സ്വകാര്യ തടിമില്ലിൽ ജോലി ചെയ്യുന്നതാണ് ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന ശ്യാം എന്ന പേരുള്ള ഈ ആന. ടിമ്പറിലെ പണികൾ പൂർത്തിയായ ശേഷം ഇതിനെ കൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാണ് രാത്രിയോടെ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനായ മൊയ്തീൻ ചേർന്ന് ആഹാരം കൊടുക്കുന്നതിനിടെയാണ് ഈ രണ്ടാം പാപ്പാനായ മൊയ്തീനെ ആന ആക്രമിക്കുന്നത്. ഇതൊരു മോഴ ആനയാണ്. അപ്പോൾ മോഴ ആനയുടെ തേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ടാം പാപ്പാനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റ രണ്ടാം പാപ്പാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് രാവിലെ ICUയിൽ വെച്ച് മരണം സംഭവിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമൊരു ഉന്നത അന്വേഷണത്തിന് ഇപ്പോൾ പോലീസ് തയ്യാറാവുകയാണ്. കാരണം ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും തമ്മിൽ സംഭവ സ്ഥലത്ത് വെച്ച് വഴക്കിട്ടിരുന്നതായി പോലീസിന് മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒന്നാം പാപ്പാൻ അവിടെ നിന്ന് ഒരു ബൈക്കിൽ കയറി പോയതായും വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം കൂടി ഈ സംഭവത്തിൽ ആവശ്യമുണ്ട്. അനുജ, ശരി. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.